ഹലോ ഗായ്സ്, എല്ലാവർക്കും ERS വേൾഡിന്റെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിതാ ഓണസദ്യ, ഓണക്കോടി, അതുപോലെ തന്നെ ഓണക്കളികളും മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ERS വേൾഡിന്റെ ഓണക്കളികൾ കാണാം കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കളികളുണ്ട്, കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ നമ്മളിതാ കുഞ്ഞു പൂക്കളം ഓക്കെ, അടിപൊളിയാണ്. ഞാനേ പറയുന്നത് അടിപൊളിയാണെന്ന്. അപ്പോൾ ഓക്കെ, ഓരോ ഗെയിംസ് കാണാം കേട്ടോ. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അമ്മ റെഡിയാണ്, കുട്ടൻ റെഡിയാണ്, ധന്യ റെഡിയാണ്. ഈ കുട്ടി ഇതാണ് ഉണ്ട് കേട്ടോ. റെഡിയായി കുട്ടി? ആ റെഡിയാണ്. അപ്പൊ നമുക്ക് കളിക്ക് കാണാം. കളിയിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ചെയ്യാതല്ല. നമ്മുടെ കുഞ്ഞു പൂക്കളം കണ്ടോ? പൂക്കളം നമ്മൾ അഡ്ജസ്റ്റ് കട്ടിങ് കൂട്ടി ചെയ്ത പൂക്കളാണ്. ഈ കുട്ടി ഒരു മാല എടുത്തിട്ട് നമ്മളെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് നമ്മളെ ഗെയിംസിന്റെ സാധനങ്ങളുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാലൻസ് ചെയ്യുന്നത്, കോയിൻസ് ബാലൻസ് ചെയ്യുന്ന ഗെയിംസ് ആണ് കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു കൊടുത്തത്. അമ്മ കളിയോട് പറഞ്ഞിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ കോയിൻസ്, ഓരോരാൾക്ക് കോയിൻസ് തരും. കോയിൻസ് ബാലൻസ് ആണ്. ആ പിടിച്ചു നിൽക്കുന്നത്. ആ താഴെ കോയിൻ താഴെ വീണാല് നമ്മ ഔട്ട്. അങ്ങനെയാണ് പിടിച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് കളിക്ക് കിടക്കാം. സപ്പോർട്ട് കൊടുക്കാനില്ല, തുടങ്ങിയ അങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഗെയിമിലെ വിന്നർ രാജേഷ്. പിന്നെ ഉണ്ടല്ലോ എങ്ങനെയല്ലേ സമ്മാനം ഉണ്ട് കേട്ടോ. ഓണ സമ്മാനം എന്തായാലും ഇല്ലാതെ 4 ഗെയിം ഉണ്ട്. ഓവറോൾ വിന്നർക്ക് സമ്മാനം. ഫസ്റ്റത്തെ ഗെയിമിന്റെ വിന്നർ എന്ന് പറയുന്നത് രാജേഷ്. നെക്സ്റ്റ് ഗെയിം കേട്ടോ. നമ്മളെ സെക്കൻഡ് ഗെയിമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ബലൂണുമായി ബന്ധപ്പെട്ടൊന്നും മനസ്സിലായല്ലോ. ഊതുമ്പോ ഇതൊന്ന് ഊതിട്ട് സെറ്റ് ചെയ്യട്ടെ. ഒന്നും ഊതുവോ? അമ്മ ഊതുന്നുണ്ട്. കുട്ടനെ ഊതി കഴിഞ്ഞു. കുട്ടി തര പിടിച്ചിട്ട്. അപ്പൊ ദാ നമ്മളെ സെക്കൻഡ് ഗെയിം ബലൂൺ വെച്ചിട്ടുള്ള ഗെയിം പറഞ്ഞിട്ടല്ലേ, അതൊരു സർപ്രൈസ് ഗെയിമാണ്. റെഡിയാക്കുന്നുണ്ട് കേട്ടാ. എടാ ഇത് രണ്ടാളായിട്ട് കളിക്കുന്ന കേട്ടോ. ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ആരെല്ലാം കളിക്കുന്നത്? ഫസ്റ്റ് കുട്ടനും ധന്യയും കളിക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഞാനും അമ്മയും കളിക്കും. അതിലത്തെ വിന്നറും ഫൈനലിൽ കളിക്കും. അങ്ങനെയാണ് പ്ലാൻ ഉള്ളത്. നമുക്ക് നോക്കാൻ ഉണ്ടാവുന്നത് നോക്കാട്ടാ. ഗെയിം എന്ന് പറയുന്നത് ഒരാൾക്ക് 3 വലയാണ്. ഒന്ന് കാലിൻ്റെ ആട് വെക്കും, പിന്നെ ഒന്ന് കുട്ടം വെച്ച പോലെ അങ്ങനെ വെക്കും. പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റ് അതും, പിന്നെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതും. ആര് ഫസ്റ്റ് എത്തും അവരാണ് വിന്നാവുക. ഫിനിഷിംഗ് ആണ് ഇവിടെയാണ്. ഞാൻ ഇവിടെ നിൽക്കാം. അമ്മ നോക്കൂ. അമ്മ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ മതി. അമ്മ അവരൊരു സ്റ്റാർട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. യെസ് കംപ്ലീറ്റ് ചെയ്യണം. അതിലൊരു ഫോൾട്ട് സംഭവിച്ചു. ഒരാളുടെ വീണു, ഒരാളുടെ പൊട്ടി. ടൈ ഒന്നും. അപ്പൊ എന്താ അറിയോ, ഇതിനൊരു മാറ്റമുണ്ട്. ബലൂണ് പൊട്ടിയാല് പോയി, പിന്നെ വീണെടുത്ത് പോയിട്ട് ഫസ്റ്റ് നേഴ്സ് തുടങ്ങണം. ഓക്കെ, ഇവിടെ സ്ഥലം പറയാം. എങ്ങനെ വേണമെങ്കിൽ വരെ എത്തിയാ മതി അടുത്തേക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ വിന്നർ കുട്ടനാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ടീം സുപ്രിയ എൻ്റെ അമ്മ. റെഡി 1 2 3 സ്റ്റാർട്ട്. നെക്സ്റ്റ് ഫൈനൽ സുപ്രിയയും രാജേഷുമാണ് മത്സരിക്കാൻ പോകുന്നത്. Go fast.
അപ്പൊ ഫൈനൽ രാജേഷും സുപ്രിയയും മത്സരിക്കാൻ പോകുന്നു ഗൈസ്. നമുക്ക് കണ്ടുവരാം ആര് മത്സരിക്കുന്നു കേട്ടാ. എന്റെ വിജയികളാണ് മത്സരിക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടുവരാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് തവളച്ചാട്ടം. തോൽവി 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 വിജയത്തിന്റെ പാതിയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ കളിയിലും രാജേഷ് ജയിച്ചിരിക്കുന്നു. 5 ഗെയിം രാജേഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? മൂന്നാമത്തെ കളി ഇതാണ് ഈ വർഷത്തെ ഓണത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്ക് അറിയില്ല. അമ്മക്കും കുട്ടനും കളീനെ പറ്റിയൊന്നും അറിയില്ല. ഇപ്പൊ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായല്ലേ ഏകദേശം എല്ലാവർക്കും. അതല്ല അതാ മൂന്നാമത്തെ ഗെയിമിന് വേണ്ടിട്ട് ഒരുക്കാണുങ്ങളാണ് നടക്കുന്നത്. ഒരുത്തന് അഹങ്കാരം വന്നിട്ടുണ്ട് ഓൾറെഡി 2 ഗെയിമിൽ വിന്നായതിന്റെ. ഈ ഗെയിമിലെങ്കിലും തോൽപ്പിക്കും. ഇത് നമുക്ക് മനസ്സിലായല്ലേ എങ്ങനെയെന്ന്. അല്ല ഇത് തുള്ളാനുള്ളതല്ല. ആ മതിയോന്ന്. ഓക്കെ, അപ്പൊ എന്താ കൂട്ടിക്കോ. നെക്സ്റ്റ് ഗെയിമിന് എല്ലാ അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. അത്ര ഈ കുട്ടിയും കുട്ടനും കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ആര് കുട്ടൻ. ആ ഓക്കെ, ജയിച്ച ആളെന്നെ കളിക്കട്ടെ. മൂന്നാമത്തെ കളിക്ക് വേണ്ടിട്ട് നീന്തും. ഓക്കെ സെറ്റ്. നമ്മുടെ മത്സരം എന്ന് പറഞ്ഞത് എങ്ങനെ പോകുന്നു മനസ്സിലായില്ലേ? ഇവിട്ടി മൂന്നാമത്തെ ഗെയിമിന്റെ ഫസ്റ്റ് മത്സരാർത്ഥി ഇവിടെ. നോ 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 ഇങ്ങോട്ട് വാ. ഇവിടെ കുറ്റക്കണ്ടാന്ന് നമുക്ക്. ആ തിരിയണ്ട ഒന്തോ. ഇവിടെ മാറി. കുട്ടാപ്പം വരുന്നുണ്ട്. കുട്ടാപ്പം വരുന്നുണ്ട്. ഓടിയിട്ട് ഇങ്ങോട്ട് വാ. റൂൾസ് ആയാലോ എന്തെന്ന് കാല് ഗ്ലാസ്സിന് മുട്ടാൻ കഴിയാ. വലത് എടുത്തു പറഞ്ഞ ഇടത് വലത്ത് വരണം. ആ അതാ അങ്ങനെ മുട്ടാൻ കഴിയാ. യുദ്ധം നടക്കുന്നുണ്ട് ഗൈസ്. തുടങ്ങ. തുടങ്ങിക്കോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ ഉണ്ട്. അങ്ങനെ തന്നെ വരുന്നുണ്ട്. യെസ് യെസ്. വൗ. യെസ്. മുട്ടാതെ വരുന്നുണ്ട്. മുട്ടുന്നുണ്ട്. എന്നാലും സാരില്ല. വീണിട്ട ഒന്നും വീഴണ്ടല്ലേ. വീഴാൻ കഴിയാ ഗ്ലാസ് താഴ്ച. ഇവിടെ എനിക്ക് ഡൗട്ട് ഉണ്ട്. റെഡി. ഇതുവരെ റെഡിയാണ്. പോയി പോയി പോയി. ഫൗള്. നീ അപ്പുറത്തേക്കല്ല വെച്ചത്, ഇപ്പുറത്തേക്കാണ്. അവൻ ഫൗളായിട്ടുണ്ട്. അപ്പുറം ഇപ്പുറമായിട്ടാ. അല്ല ഇനി നോക്കല്ലേ. എല്ലാരും നിന്നെക്കാള് ബാക്കിൽ ഔട്ടാ. നിന്റെ മാർക്കാക്കി. ഓക്കെ ആടാ നിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടാമത്തെ മത്സരാർത്ഥി ഒരുങ്ങി കഴിഞ്ഞു ഗൈസ്. അവളെ തിരിച്ചോ? തിരിക്ക്. മതി. നേരുണ്ട്. സ്ട്രൈറ്റ് ഉണ്ട്. നീ ഇപ്പൊ അതന്നെ തുടങ്ങിക്കോ. അങ്ങ മറ്റേ നാഗവല്ലി. കുട്ടനെ തോപ്പിക്കാനായി. അതെ അതെ അതെ. യെസ് കഴിഞ്ഞു. നെക്സ്റ്റ് മൂന്നാമത്തെ ആളാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഞാൻ പറയൂ. റെഡി 1 2 3. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ എത്തും. തരികിട. നല്ലൊരു വരവായിരുന്നു.
അടുത്തത് നാലാമത്തെ ആള് അമ്മയാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കണ്ടുവരാം. റെഡി 1 2 3 സ്റ്റാർട്ട്. യെസ് യെസ് അമ്മ പോട്ടെ പോട്ടെ അങ്ങനെ അങ്ങനെ. രണ്ടാമതൊരു കളി ഉണ്ടായിരിക്കുമല്ലേ ഗൈസ്? ഈ ഗെയിം ടൈ ആയതുകൊണ്ട് തന്നെ ഇതാ രണ്ടാമത്തെ ഫൈനലിന് വേണ്ടിയിട്ട് അമ്മയും ധന്യയും മത്സരിക്കുന്നുണ്ട്. അമ്മ ഓൾറെഡി റെഡി ആവുന്നുണ്ട്. ധന്യ ആട്ടെ ഇപ്പൊ കളിക്കുന്നത്. അത് ചമ്മയാണ്. നമുക്ക് കാണാം ആരാന്ന്. യൂട്ടിയുടെ കുത്തക്കേട് അങ്ങനെ ഫൈനൽ. ഇത് രണ്ടാളും ടൈ ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി കളിക്കുന്നുണ്ട്. രണ്ടാളും തോറ്റ കുട്ടനല്ല, ജയിച്ച ധന്യയും അമ്മയും. ഇവിട്ടേനോ ഓക്കെ വിട്. ഓക്കെ സ്റ്റാർട്ട്. മറ്റു മണി ചിത്രത്താഴ് ചിലും 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 ചവിട്ടിട്ടുണ്ട്. എന്നെ അമ്മ ഇത് കംപ്ലീറ്റ് ചെയ്ത അമ്മ വിന്നർ. ഇത് ചവിട്ടി നോക്കി അതിനെ പൊടി പൊടിയാക്കി പപ്പടം പൊടി. അമ്മനെ ഞാൻ കെട്ടുന്നു. അമ്മനെ അവര് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. വേണ്ട രണ്ടൂട്ട്. ഞാൻ അമ്മനെ നേരത്തെ 2 കൂട്ട് തിരിച്ചു. 3 കൂട്ട് തിരിച്ചിട്ടാ തല തിരി വന്നിട്ട്. അവിടെ യുദ്ധമുണ്ട് അമ്മയും ഇവിടെ. ഒരുത്തി കളിച്ച് ക്ഷീണിച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് ഇവിടെ നോക്കിക്കോ. അമ്മ അങ്ങനെ ഫൈനലിന് വേണ്ടിട്ട് അമ്മ മത്സരിക്കുന്നുണ്ട്. നേരെ ഇവിടെ നോ 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 നോ. അച്ഛമ്മ വരുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ടും. ഒന്നത്തെ ഫൈനൽ അമ്മ. അല്ല സത്യം. ഫിനിഷ് കഴിഞ്ഞു. അമ്മ ജയിച്ചിരിക്കുന്നു. അമ്മ നല്ല നല്ല ഗെയിംസ് ഒരുപാട് സജഷൻ വരുന്നുണ്ട്. നമ്മുടെ എക്സ്ട്രാ ഗെയിംസ് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മറ്റൊരു ഗെയിമാണ്. എന്തെന്ന് പറഞ്ഞാൽ ബലൂൺ തട്ടിയിട്ടില്ല. ഇനി 4ാമത്തെ ഗെയിമിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഗോപുരം കെട്ടണം. ഗോപുരം കെട്ടുമ്പോ എന്താ ബലൂണ് തട്ടിക്കൊണ്ടുണ്ടാവണം. ബലൂൺ താഴെ വീണാല് ഔട്ടാവും. ഗോപുരം കെട്ടിയിട്ടുണ്ടാവില്ല. നമ്മ കെട്ടിട്ട് എന്താണ് ഇത് ഫുള്ള് എടുത്തിട്ടുണ്ടാവും. അതിനെ ഇതാക്കി വെച്ചേ നമുക്ക് മനസ്സിലായി. നിങ്ങളെ ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൊടുക്കുന്നുണ്ട് ഇവർക്ക്. ഇവരാണ് കളിക്കുന്നത്. ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഗോപുരം പണിയുന്നത്. ബലൂൺ താഴെ വീണാൽ ഔട്ടായേ. ഓക്കെ ബലൂൺ താഴെ വീണ ഔട്ടേ. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. ബലൂൺ ഇവരെ ഗോപുരം നോക്കി ഗൈസ്. ഇല്ല വീണ്ട വേണ്ട. നോ കംപ്ലീറ്റ് ആക്കണ്ട. ഈത്തെ വിന്നർ നീയാണ്. ഫൈനലിൽ കളിക്കുമ്പോഴേക്കാണ് വേണ്ടത്. ചേച്ചിയാണ് കളിക്കുന്നത്. 2ാമത്തെ റൗണ്ട്.
അയ്യോ കമ്പലായി ഇത് ഫൈനൽ റൗണ്ട് ആണ്. രാജേഷും സുപ്രിയയും. ഓക്കെ റെഡി? ഫൈനൽ. റെഡി 1 2 3. ഫൈനൽ മത്സരമാണ് ഗൈസ്. നമുക്ക് ആര് ജയിക്കുന്നു ഇപ്പൊ അറിയാം. സുപ്രി തട്ടിക്കൊണ്ടിരിക്കുന്ന മാത്രമാണ്, ഗ്ലാസ് എടുക്കുന്നില്ല. രാജേഷിന്റെ ഒന്ന് താഴെ വീണിട്ടുണ്ട്. ഹലോ ഗേസ്, ആര് ജയിക്കും? വാശിയേറിയ മത്സരം. ആര് ജയിക്കും? താഴെ വീണതെല്ലാം അമ്മ പറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ പ്രശ്നമാണ്, അല്ല എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. യെസ്, ഒന്നാമത്തെ ഗോപുരം രാജേഷ് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കല്ല് കൊണ്ട് കീച്ചതേ ഇല്ലു സുപ്രിയ. രാജേഷ് കല്ല് കെട്ടാൻ തുടങ്ങി. ആരെ വീടിന്റെ തറയാന്ന് ആദ്യം നമുക്ക് കണ്ടു നോക്കാം ഗേസ്. രാജേഷ് രണ്ടാമത്തെ ഗോപുരം കെട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. വീട് കെട്ടാൻ ആരാന്ന് നല്ല ഉഷാറുള്ളത് നോക്കാം നമുക്ക്. ആരെങ്കിലും അതിലൂടെ ഇപ്പൊ വീവോ? മൂന്നാമത്തെ നില സുപ്രിയ കെട്ടിയിരിക്കുന്നു ഗേസ്. രാജേഷിന്റെ തറയുടെ ഇപ്പൊ മറയുന്നുണ്ട്. ഫൈനൽ കംപ്ലീറ്റ് ആണോ ഗേസ്? നോക്കാം എത്രയുണ്ടെന്ന്. 5 4 3 2 1 ഗേസ്. ഓക്കെ, സുപ്രിയ വിന്നായിരിക്കും ഗേസ്. അങ്ങനെ തോറ്റു പോയിരിക്കുകയാണ്. സമാധാനം, ഇനി ജീവിക്കാമല്ലോ. ഒരു ഗെയിം അങ്ങ് ജയിച്ചല്ലോ പറഞ്ഞിട്ട്. അപ്പൊ 2 ഗെയിം കുട്ടൻ, 1 ഗെയിം അമ്മ, 1 ഗെയിം ഞാൻ. എപ്പോഴാണ് ഓപ്പണിങ്? ഓപ്പൺ ആവാൻ പോകുന്നതില്ല. യെസ്, നമുക്ക് ഇനി നെക്സ്റ്റ് കളി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതാ വെള്ളം നിറക്കുന്ന ഗെയിമാണെന്ന് അറിയാം. പക്ഷെ വെറൈറ്റി ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കയ്യിലല്ല, പകരം എന്താ അല്ല സ്പോഞ്ച് മുക്ക പഞ്ഞി എന്ന് പറഞ്ഞു, സോറി. എന്നിട്ട് അതിൽ നിറക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടൻ സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട് പറയും. 1 2 3 സ്റ്റാർട്ട്. യെസ്, അവർ ഓടി ഓടി ഒരാളെ കുപ്പിയിൽ ഇത്രയായി. എത്രയായി? യെസ് യെസ് യെസ്. അമ്മ ഓൾത്തുനിന്ന് അറിയാനായി. ഇവിടെ നോ ഇപ്പൊ തരൂ. ഇവിടെ കുറച്ച് ഡിസ്റ്റർബ് ആക്കുന്നു. ഇതാ നിന്നെ വയ്യത്തും വായിക്കടോ. എൻ്റെ പൊന്നേ, വേഗം മാറി നിൽക്ക. അമ്മ ഓൾത്തുനിന്ന് അറിയാനായി. അങ്ങനെ. യെസ് അമ്മ. യെസ്, രണ്ടാളും ഏകദേശം ഒരു ഫിറ്റ്. ഇതാ യെസ്, ധന്യ എൻ്റെ നിറഞ്ഞിരിക്കണു. യെസ്, അങ്ങനെ ഈ ഗെയിമിലെ വിന്നർ ധന്യ. 1 2 3 സ്റ്റാർട്ട്. കഴിഞ്ഞില്ല ഗൈസ്, ഒരിക്കൽ ഓടിയിട്ട് വന്നതാണ്. രണ്ടാമത്തെ റൗണ്ടിൽ ആര് ജയിക്കും നോക്കാം. ഇവിടെ സൈഡിൽ നിൽക്ക, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ തെറിപ്പിക്കും. യെസ്, നോക്കാം നമുക്ക് ആരുതാണ് ജയിക്കുന്നതെന്ന്. കമോൺ ഗൈസ്, രാജേഷ് കമോൺ, ഓടിപ്പോ. മതി, മുക്കിക്കോണ്ട. നോക്കാം നമുക്ക് ആര് ജയിക്കുന്നതെന്ന് കാണാം ഗൈസ്. നമുക്ക് ആരാ ജയിക്കുന്നതെന്ന് കാണാം ഗൈസ്. സുപ്രിയ പറഞ്ഞോ. ഓക്കെ, രാജേഷ് സെക്കൻഡ് റൗണ്ടില് രാജേഷ് ജയിച്ചിരിക്കുന്നു. യെസ് ഗൈസ്, അങ്ങനെ ഇതിൽ ഞാൻ തോറ്റു പോയിരിക്കുന്നു. ഇനി ഓനും ഓളാണ് ഫൈനലിൽ കളിക്കാൻ പോകുന്നത്. യെസ് ഗൈസ്, അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഓടി ഓടി നടക്കുന്നുണ്ട്.
ഇനി ഓടിക്കോ. ഗായ്സ് ഫിനിഷ് തന്നെ നിൽക്കണ തന്നെ മത്സരം ധന്യ നിന്റെ മാക്സിമം അറിയുന്നുണ്ട്. ധന്യ ജയിക്കാൻ പോകുന്നുണ്ട്. യെസ് യെസ് ഇത് ലാസ്റ്റ് മത്സരല്ലേ? അയ്യോ, നമ്മളെ ഈ വർഷത്തെ ഓണാഘോഷം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ആർഎസ് വേൾഡിന്റെ ഫാമിലി ചട്ടുപടിക്കുന്ന ഓണത്തിന്റെ അന്ന് അത് വേറെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമ്മള് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത ഗെയിമാണ്. അപ്പൊ അമ്മ ഇട്ട് നിൽക്കുമ്പോ അപ്പൊ നമ്മ ടോട്ടൽ എത്ര ഗെയിം കളിച്ചു? 5 ഗെയിം കളിച്ചു. അതില് 3 വിന്നു കുട്ടനും, 1 ഞാനും, 1 അമ്മ. അങ്ങനെയാണ് ഗെയിമിന്റെ ചട്ടി പൊടിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നടക്കുന്നില്ല. എന്തായാലും സമ്മാന വിതരണം കൂടി ഉണ്ട് കേട്ടോ. സമ്മാനം ഉണ്ട്. നമ്മളെ സമ്മാനം കുട്ടനാണ് സമ്മാനം എടുത്തിട്ടോ. അതന്നെ അമ്മ എടുത്തോട്ട്. സമ്മാനം എന്ന് പറയുന്നുണ്ടല്ലോ, ഇവർക്ക് ആർക്കും അറിയില്ല കേട്ടോ എന്താ സമ്മാനം. വലിയ സമ്മാനമൊന്നുമില്ല, ചെറിയ സമ്മാനമാണ്. 150 രൂപന്റെ ഉള്ളിലുള്ള സമ്മാനം. പക്ഷെ ആർക്കായാലും പിന്നായാലും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുള്ളത്. 2 സാധനം ഉണ്ട്, ഒന്നുമല്ല. ഒന്ന് വേറെ ഒരാൾക്ക് ഉപകാരവും. ഓക്കെ സെറ്റ്. നമ്മളെ ഇന്നത്തെ ഈ വർഷത്തെ 2026 വിന്നർ എന്ന് പറയുന്നത് ഓണം അതന്നെ അമ്മ കൊടുക്കുന്നത്, അമ്മ വിതരണം ചെയ്യുന്നതാണ്. യൂട്യൂബ് സമ്മാനം കൊടുക്കുന്നുണ്ട്. വേഗം വാ. ഓളുത ഒക്കെ ആ ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഓളെയും കൂടി ഒന്ന് കളിച്ചിട്ടാ നമുക്ക്. അമ്മ അങ്ങനെ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതന്നെ അങ്ങനെ സമ്മാനം മേടിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. സമ്മാനം പൊട്ടിക്കുന്നുണ്ട്. നോക്ക്. അത് ഞാൻ പറഞ്ഞോ. എല്ലാവർക്കും മണക്കാൻ വേണ്ടിട്ട് കുറച്ച് മണത്തോള് ചോക്ലേറ്റ്. എനിക്കറിയോ ഒരു സമ്മാനം എന്തായാലും ദൈവക്ക് കിട്ടാനില്ല അറിയിച്ചു. അത് ഓട്ടോറിക്ഷ. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ ഓണാഘോഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നല്ല നല്ല വീഡിയോസ് ആയിട്ട്, ഇതെന്ന് പറഞ്ഞാൽ ഓണത്തിന് മുമ്പേ എടുത്തതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിന്റെ വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. ഒരിക്കൽ കൂടി ഓണം ടാറ്റ. ഇവിടെ ടാറ്റ ആക്കുന്നുണ്ട്.